പണി രാഷ്ട്രീയമാണ്. എന്നാൽ സമ്പത്തിന്റെ കാര്യത്തിൽ സാക്ഷാൽ ഇലോൺ മസ്കിനെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ് നമ്മുടെ റഷ്യൻ പ്രസിഡന്റായ വ്ളാദിമിർ പുതിൻ. അതെ, ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ഇലോൺ മസ്കോ ജെഫ് ബെസോസോ ഒന്നുമല്ല. അവർക്കൊന്നും സ്വപ്നം കാണാൻ പോലും ആകാത്തത്ര സമ്പത്ത് പുതിന്റെ കൈവശം ഉണ്ടെന്നാണ് പല റിപ്പോർട്ടുകളും പറയുന്നത്. കോടികൾ വിലമതിപ്പുള്ള ആഡംബര വാഹനങ്ങളും വസതിയും ഗാഡ്ജറ്റുകളും കൈവശമുള്ള പുതിൻ സത്യത്തിൽ എന്നും സമസ്യയായി ദുരൂഹതകൾ മാത്രം പടർത്തി മുന്നോട്ടു പോകുന്ന ഒരാളാണ്. എന്നാൽ സമ്പത്തിന് പുറമെ പുതിനെ കുറിച്ച് ഇനിയും ഒട്ടേറെ അമ്പരപ്പിക്കുന്ന രഹസ്യങ്ങളുണ്ട്. അതായത് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ ഒറ്റൊരാളല്ല, അദ്ദേഹത്തിന് ഒരു ഇരട്ട സഹോദരവുമുണ്ട് എന്ന് കേട്ടാലോ? പല ചടങ്ങുകളിലും പുതിന് പകരം ആ പേരിൽ പ്രത്യക്ഷപ്പെടുന്നത് അദ്ദേഹമാണ്. ഇത് ഞാൻ പ്രസ്താവിക്കുന്നതല്ല, ഒരിടയ്ക്ക് സകല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഉയർത്തിക്കൊണ്ടുവന്ന വാർത്തയാണ്. അതെ, പുതിനെ കുറിച്ച് പറയുവാനാണെങ്കിൽ ഇത്തരത്തിൽ ഒട്ടേറെ അമ്പരപ്പിക്കുന്ന രഹസ്യങ്ങളുണ്ട്. എങ്കിൽ നമ്മൾ ഇന്ന് അറിയുന്നത് വ്ളാദിമിർ പുതിൻ എന്ന ആ മഹാ സമസ്യയെക്കുറിച്ചാണ്. റിപ്പോർട്ടുകൾ പ്രകാരം പുതിന്റെ ഏകദേശ ആസ്തി എന്ന് പറയുന്നത് $200 ബില്യൺ മുകളിലാണ്. അതായത് ഏകദേശം 16,71,877 കോടി രൂപ. പക്ഷേ രസകരമായ വസ്തുത എന്താണെന്നാൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാർഷിക ശമ്പളം എന്ന് പറയുന്നത് $1,40,000 മാത്രമാണ് എന്നാണ്. അതായത് ഏകദേശം 1 കോടി ഇന്ത്യൻ രൂപ. പക്ഷേ ഇത് അദ്ദേഹത്തിന്റെ സമ്പന്നമായ ജീവിത ശൈലിയുമായി ഒത്തുപോകുന്നതല്ല. ഒരിക്കൽ സാക്ഷാൽ മസ്ക് പോലും പുതിന്റെ സമ്പത്തിനെ കുറിച്ച് ഒരു ഞെട്ടിപ്പിക്കുന്ന പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതായത് 2022 ജർമ്മൻ വ്യവസായിയും പത്രപ്രവർത്തകനുമായ മാത്യൂസ് ഡോപ്റ്റനുമായി സംസാരിച്ചപ്പോൾ മസ്ക് പറഞ്ഞത് ഇങ്ങനെയാണ്: പുതിൻ എന്നേക്കാൾ സമ്പന്നനാണെന്ന് ഞാൻ കരുതുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും ധനികനായ മനുഷ്യനാകുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് മസ്ക് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ പുതിന്റെ സമ്പത്ത് ഒരു രഹസ്യമായി ഇപ്പോഴും തുടരുമ്പോഴും ലഭ്യമായ വിവരങ്ങൾ മാത്രം നമുക്കൊന്ന് എടുത്തു നോക്കാം. അത് തന്നെ അമ്പരപ്പിക്കുന്നതാണ്. പരസ്യ പ്രസ്താവനകൾ പ്രകാരം അദ്ദേഹത്തിന് 800 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു അപ്പാർട്ട്മെന്റ്, ഒരു ട്രെയിലർ, 3 കാറുകൾ എന്നിവയാണുള്ളത്. അദ്ദേഹത്തിന്റെ കൺട്രി കോട്ടേജ് എന്ന് വിളിക്കപ്പെടുന്ന കുപ്രസിദ്ധമായ ബ്ലാക്ക് സീ മാൻഷൻ തന്നെ പരസ്യമായി പ്രസ്താവിച്ച ആസ്തിയിലും 10 മടങ്ങ് മൂല്യം വരുന്നതാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം 19ഓളം പ്രോപ്പർട്ടികൾ അദ്ദേഹത്തിനുണ്ട്. 700ഓളം കാറുകൾ, 58 വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ദി ഫ്ലൈയിങ് ക്രെംലിൻ എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ $716 മില്യൺ സ്വകാര്യ ജെറ്റ് എന്നിവ അദ്ദേഹത്തിന്റെ ആസ്തിയുടെ പുറത്തു വന്ന ചില ഭാഗങ്ങൾ മാത്രമാണ്. വലിയൊരു മലയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇതെന്ന് വാദിക്കുന്നവരും ഏറെയാണ്. $700 മില്യൺ വിലമതിക്കുന്ന ഷെഹറാസാഡ് എന്ന ബോട്ടും പുതിന്റെ കൈവശമുണ്ടെന്ന് പറയപ്പെടുന്നു. ആഡംബര വാച്ചുകളോടുള്ള പുതിന്റെ പ്രേമം പലപ്പോഴും സാമൂഹിക മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പുതിന്റെ ശേഖരത്തിൽ $60,000 വില വരുന്ന പാറ്റക് ഫിലിപ്പ് പെർച്ചിൽ കലണ്ടർ, അതുകൂടാതെ $5 ലക്ഷം വിലമതിക്കുന്ന എ ലാൻഗെ ആൻഡ് സോനെ ടൂർബാഗ്രോഫ് എന്നിവ ഉൾപ്പെടുന്നു. ഇത് രണ്ടും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ശമ്പളത്തിന് പുറമേയുള്ള വെളിപ്പെടുത്തലുകളാണ്. പുതിന്റെ സ്വത്തുക്കൾ എത്രയുണ്ടെന്നതിനെ കുറിച്ച് യാതൊരു രേഖകളുമില്ല. തന്റെ അനുചാരകരുടെയും അഭ്യുദയകാംക്ഷികളുടെയും കുടുംബാംഗങ്ങളുടെയും പേരിൽ ബിനാമി രേഖകളിലാണ് പുതിൻ സ്വത്തുക്കൾ കുന്നുകൂട്ടിയിരിക്കുന്നതെന്ന് എതിരാളികൾ പറയുന്നു. 2016 രാജ്യാന്തര മാധ്യമ പ്രവർത്തകർ നടത്തിയ പനാമ പേപ്പേഴ്സ് റിപ്പോർട്ടിൽ $10 കോടി വിലമതിക്കുന്ന ഒരു മെഗാ യാട്ടും കരിങ്കടൽ തീരത്ത് പണിത കൊട്ടാര സാദൃശ്യമായ ബംഗ്ലാവും പുതിൻ സ്വകാര്യ ആവശ്യത്തിനായി ഉപയോഗിക്കുന്നതായി സംശയം ഉയർന്നിരുന്നുവെങ്കിലും അതെല്ലാം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ പേരിലായിരുന്നു ഉള്ളത്. 2018 തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുതിൻ സമർപ്പിച്ച സാമ്പത്തിക സാക്ഷി രേഖയിൽ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ 800 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടും 2 പഴയ കാറുകളും ഒരു ഓഫ് റോഡ് വാഹനവുമാണ് തനിക്ക് സ്വത്തായി ഉള്ളതെന്ന് കാണിച്ചിരുന്നു. പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു വർഷം 1 കോടി രൂപയോളമാണ് തന്റെ ശമ്പളമെന്നും വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇത് വ്യാജമാണെന്നാണ് അദ്ദേഹത്തിന്റെ വിമർശകർ പറയുന്നത്. വിഖ്യാതമായ പുതിന്റെ വാചശേഖരത്തിൽ തന്നെ കോടിക്കണക്കിന് രൂപ വിലമതിക്കും. 2017 US സെനറ്റിൽ റഷ്യൻ വ്യവസായിയും പുതിന്റെ വലിയ വിമർശകനുമായ ബിൽ ബ്രൗഡർ പുതിന് $20,000 കോടി ആസ്തി ഉണ്ടെന്ന് അറിയിച്ചിരുന്നു. ഇതിന്റെയും തെളിവുകൾ ഹാജരാക്കാൻ ബ്രൗഡർക്കായില്ല എന്നതാണ് സത്യം. വിവിധ രേഖകളിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ മിതമായ വരുമാനമുള്ള രാഷ്ട്രതന്ത്രജ്ഞനാണെന്നാണ് ഇപ്പോഴും അറിയപ്പെടുന്നത്. $1,40,000 പുതിന് വാർഷിക ശമ്പളം ലഭിക്കുന്നതെന്ന് ക്രൈംലിനും അവകാശപ്പെടുന്നുണ്ട്. 800 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു അപ്പാർട്ട്മെന്റ്, 3 കാറുകൾ എന്നിവ അദ്ദേഹം പരസ്യമായി വെളിപ്പെടുത്തിയ ആസ്തികളിൽ ഉൾപ്പെടുന്നു. എന്നാൽ ചില വിദഗ്ധരുടെ അഭിപ്രായത്തിൽ $200 ബില്യൺ വരെ ആസ്തിയുള്ള ലോകത്തിലെ ഏറ്റവും ധനികനായ മനുഷ്യൻ അദ്ദേഹം ആയിരിക്കാമെന്നാണ് പറയപ്പെടുന്നത്. ഇനി നമുക്ക് പുതിന്റെ ആഡംബര വാച്ച് ശേഖരത്തെക്കുറിച്ചൊന്നറിയാം. പുതിന്റെ കൈവശം ഉയർന്ന നിലവാരമുള്ള ആഡംബര വാച്ചുകളുടെ ഒരു വലിയ ശേഖരം തന്നെയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇനി അദ്ദേഹത്തിന്റെ കരിങ്കൽ കൊട്ടാരത്തെക്കുറിച്ചൊന്നറിയാം.
കരിങ്കടലിനെ അഭിമുഖീകരിച്ചിരിക്കുന്ന ഒരു പാറക്കെട്ടിന്റെ മുകളിലിരിക്കുന്ന 1,90,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള മനോഹരമായ ഒരു മാളികയുടെ ഉടമയാണ് പുതിൻ എന്നാണ് കിംവദന്തികളെല്ലാം തന്നെ. ഈ തീരദേശ സ്വത്ത് രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ വസതിയായിട്ടാണ് അറിയപ്പെടുന്നത്. ഈ എസ്റ്റേറ്റ് പുതിന്റെ വിശ്രമ സ്ഥലമായിട്ടാണ് അറിയപ്പെടുന്നത്. ഫ്രെസ്കോട്ട് മേൽത്തട്ട്, ഗ്രീക്ക് ദേവതകളുടെ പ്രതിമകൾ നിറഞ്ഞ ഒരു മാർബിൾ നീന്തൽക്കുളം, 27,000 ചതുരശ്ര അടിയുള്ള ഗസ്റ്റ് ഹൗസ്, പരമ്പരാഗത ഹമാമുകളുള്ള സ്പാകൾ, ഒരു മ്യൂസിക്കൽ പാർലർ, അദ്ദേഹത്തിന്റെ എല്ലാ ജീവനക്കാർക്കും ഡ്രസ്സിംഗ് റൂമുകൾ, ഒരു ആംഫി തിയേറ്റർ, വെഗാസ് ശൈലിയിലുള്ള കാസിനോ, സ്ട്രിപ്പർ തൂണുകൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന നൈറ്റ് ക്ലബ്ബ്, $1,00,000 വിലയുള്ള മദ്യം പ്രദർശിപ്പിക്കുന്ന ഒരു ബാർ റൂം, കൂടാതെ മറ്റു പലതും ഇതിൻ്റെ ഉള്ളിലുണ്ട്. സോഫകൾ, ഡൈനിങ് റൂം ഫർണിച്ചറുകൾ, ബാർ ടേബിളുകൾ എന്നിവയുൾപ്പെടെ സിറ്റേറിയോ അറ്റീന എന്ന എക്സ്ക്ലൂസീവ് ആഡംബര ഇറ്റാലിയൻ ബ്രാൻഡാണ് മാളികയുടെ ഭൂരിഭാഗവും അലങ്കരിച്ചിരിക്കുന്നത്. $880 വിലയുള്ള ഇറ്റാലിയൻ ടോയ്ലറ്റ് ബ്രഷുകളും അതുപോലെ തന്നെ $1,250 വിലയുള്ള ടോയ്ലറ്റ് പേപ്പർ ഫോൾഡറുകളുമുള്ള അലങ്കരിച്ച ബാത്റൂമുകൾ പോലും ഇതിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇറ്റാലിയൻ വാസ്തുശില്പിയായ ലാൻ ഫ്രാങ്കോ സിറില്ലോയാണ് ബ്ലാക്ക് സീ മാൻഷൻ രൂപകൽപ്പന ചെയ്തത്. ഇതിന്റെ നിർമ്മാണത്തിന് മാത്രം $1.4 ബില്യൺ ചിലവായത്. റോയിട്ടേഴ്സിന്റെ അന്വേഷണം അനുസരിച്ച് പുതിന്റെ സുഹൃത്തുക്കളായ ഷാമലോവിന്റെയും ഗെറലോവിന്റെയും ഉടമസ്ഥതയിലാണ് ഈ കോടികൾ വിലമതിക്കുന്ന കരിങ്കടൽ കൊട്ടാരമുള്ളത്. ഇനി നമുക്ക് പുതിന്റെ വിമാനം, ഹെലികോപ്റ്ററുകൾ, കാറുകൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നറിയാം. ബ്ലാക്ക് സീ മാൻഷനും മറ്റ് 19 വീടുകളും 700 കാറുകളും കൂടാതെ പുതിന്റെ കൈവശം 58 വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉണ്ടെന്ന് അനുമാനിക്കപ്പെടുന്നുണ്ട്. റഷ്യൻ നാവികസേനയിൽ നിന്നുള്ള ഒരു ആണവ അന്തർവാഹിനി നിർമ്മാതാവ് രൂപകൽപ്പന ചെയ്ത $100 മില്യൺ വിലയുള്ള മെഗാ യാട്ടും അദ്ദേഹത്തിനുണ്ട്. 2017 US സെനറ്റ് ജുഡീഷ്യറി കമ്മിറ്റിക്ക് മുമ്പാകെ ഹാജരാവുകയും വഞ്ചനയ്ക്കും നികുതി വെട്ടിപ്പിനും വേണ്ടി 2003 മിഖായിൽ ഗോഡോവ്സ്കി ജയിലിലായതിനു ശേഷം പുതിൻ തന്റെ സ്വത്ത് സമ്പാദത്തിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഫിനാൻഷ്യൽ ബിൽ ബ്രൗഡറാണ് $200 ബില്യൺ അവകാശവാദം ഉന്നയിക്കുന്നത്. പിന്നീട് കുപ്രസിദ്ധമായ പനാമ പേപ്പറുകൾ 2016 മിസ്റ്റർ പുതിനെ ചൂണ്ടിക്കാണിക്കുന്ന $2 ബില്യൺ രഹസ്യ ഓഫ്ഷോർ ഇടപാടുകളുടെയും വായ്പകളുടെയും ഒരു ശൃംഖല വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം തന്നെ പുതിൻ പാടെ നിഷേധിക്കുകയാണ് ചെയ്തത്. പുതിന്റെ മറുപടി നമുക്കൊന്ന് നോക്കാം. ഞാൻ യൂറോപ്പിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ഏറ്റവും വലിയ ധനികനാണ്. ഞാൻ വികാരങ്ങൾ ശേഖരിക്കുന്നു. റഷ്യയിലെ ജനങ്ങൾ, റഷ്യയിലെ പോലുള്ള ഒരു മഹത്തായ രാഷ്ട്രത്തിന് നേതൃത്വം എന്നെ 2 തവണ ഭാരമേൽപ്പിച്ചതിൽ ഞാൻ സമ്പന്നനാണ്. അത് എൻ്റേതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. അപ്പോൾ സത്യത്തിൽ ഇതിൽ നമ്മൾ ആരുടെ വാദമാണ് വിശ്വസിക്കേണ്ടത്? നിങ്ങൾ തന്നെ പറയൂ. എന്തൊക്കെയായാലും ദുരൂഹതകൾ ഏറെയുള്ള സമ്പന്നനായ ആർക്കും പിടുത്തം കൊടുക്കാത്ത ഒരു ശക്തനായ ഭരണാധികാരി തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ റഷ്യയുടെ വ്ളാദിമിർ പുതിൻ. പുതിനെ പറ്റിയുള്ള ദുരൂഹതകളെക്കുറിച്ച് പറയുമ്പോൾ ആ നിര ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. അതിലേറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം പുതിൻ്റെ കുറിച്ചുള്ള ബോഡി ഡബിൾ ആരോപണമാണ്. അതായത് പുതിൻ പല ഘട്ടങ്ങളിലും തൻ്റെ അതേ രൂപസാദൃശ്യമുള്ള മറ്റൊരു ഇരട്ടയെ ഉപയോഗിക്കാറുണ്ടത്രേ. കണ്ടാൽ അത് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ തന്നെയാണെന്നേ പറയുള്ളൂ. അതായത് ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ. ഈ അടുത്ത് ജപ്പാനിലെ ഒരു മാധ്യമ സ്ഥാപനം AI ഉപയോഗിച്ച് തെളിവുകൾ നിരത്തിക്കൊണ്ട് ഈ ബോഡി ഡബിൾ ആരോപണത്തെ വീണ്ടും ചർച്ചയാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രേതവണ്ടിയിലെ സഞ്ചാരവും ഗോസ്റ്റ് ട്രെയിൻ കഥകളും എല്ലാം ലോകമേറെ കൗതുകത്തോടെയാണ് കേട്ടത്. എന്തായാലും പുതിന്റെ വരവോടെ റഷ്യ ഒരു പുതുചരിത്രം എഴുതുകയായിരുന്നു. മുൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനായ വ്ളാദിമിർ പുതിൻ 2012 മുതൽ റഷ്യയുടെ പ്രസിഡന്റാണ്. മുമ്പ് 1999 മുതൽ 2008 വരെയാണ് ആയത്. 16 വർഷം KGB വിദേശ ഇന്റലിജൻസ് ഓഫീസറായി പ്രവർത്തിച്ച അദ്ദേഹം 91 രാജിവെച്ചുകൊണ്ട് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുകയാണ് ചെയ്തത്. പ്രസിഡന്റായ അദ്ദേഹത്തിന്റെ ആദ്യ ഭരണത്തിൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തുടർച്ചയായി 8 വർഷത്തോളമാണ് വളർന്നു കയറിയത്. റഷ്യയുടെ കയറ്റുമതിയിൽ ഭൂരിഭാഗവും ഉൾപ്പെടുന്ന എണ്ണയുടെയും വാതകത്തിന്റെയും വിലയിൽ 5 ഇരട്ടി വർധനവും രേഖപ്പെടുത്തി. കമ്മ്യൂണിസ്റ്റിന് ശേഷമുള്ള മാന്ദ്യത്തിൽ നിന്നും സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും കരകയറലായിരുന്നു ഉണ്ടായത്. വിദേശ നിക്ഷേപത്തിലെ വർധനവ്, വിവേകപൂർണമായ സാമ്പത്തിക ധനനയങ്ങൾ എന്നിവയുടെ ഫലമായിരുന്നു ഈ വളർച്ച. അപ്പോൾ ഇതാണ് പുതിൻ എന്ന് പറയുന്നത്, റഷ്യയുടെ ന്യായാധിപൻ. അദ്ദേഹത്തിന്റെ സമ്പത്ത് വിവരങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്കെന്ത് തോന്നുന്നു? എന്തായാലും കമന്റ് ചെയ്യൂ. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.